ഇന്ന് നമ്മൾ പറയാൻ പോകുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ സ്റ്റോക്കിൽ ഡെലിവറി ക്വാണ്ടിറ്റി നമുക്ക് ഡെലിവറി ക്വാണ്ടിറ്റി വെച്ചിട്ട് നമുക്ക് നല്ല ട്രേഡുകൾ പ്ലാൻ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ട്രാറ്റജി നമ്മൾ പഠിക്കാൻ പോകുന്നത് വീഡിയോ കേട്ടോ. കാരണം വെച്ചാൽ ഞാൻ കഴിഞ്ഞ ഞായറാഴ്ച ഇടുന്ന നേരത്തെ വീഡിയോ ആണ്. അപ്പോൾ ഈ ആഴ്ച നമുക്ക് ആ ഒരു വീഡിയോ പഠിക്കണം. അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ റെസിസ്റ്റൻസിനും സപ്പോർട്ടിനും എങ്ങനെയാണ് ഡെലിവറി ക്വാണ്ടിറ്റി കൃത്യമായി യൂസ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ബ്രേക്ക് ഔട്ട് ഒരു കൺഫർമേഷൻ ബ്രേക്ക് ഔട്ട് നമുക്ക് എങ്ങനെ എടുക്കാൻ പറ്റും എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഇന്ന് വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നല്ലൊരു സബ്ജക്റ്റാണ്. എനിക്ക് തോന്നുന്നത് യൂട്യൂബിൽ അങ്ങനെ അധികം ഈ വീഡിയോ കണ്ടിട്ടില്ല. അപ്പോൾ നിങ്ങളൊന്ന് മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക വീഡിയോ. അതുപോലെ തന്നെ വീഡിയോ മൊത്തമായിട്ട് കണ്ടത് മനസ്സിലാക്കി അവിടെ എഴുതി വെക്കുക കേട്ടോ ഈ സബ്ജക്റ്റ്. കാരണം വെച്ചാൽ ഞാൻ അങ്ങനെയാണ് പല സ്റ്റോക്കുകൾ കണ്ടുപിടിച്ചിട്ട് നമുക്കൊക്കെ ഷെയർ ചെയ്ത് നിങ്ങൾക്ക് തരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു സീക്രട്ടാണ് ഈ സംഭവം. ശരിക്കും പറഞ്ഞാൽ ഡെലിവറി ക്വാണ്ടിറ്റിയിൽ എങ്ങനെയാണ് സ്റ്റോക്കിനെ എഫക്ട് ചെയ്യുന്നത്, ഡെലിവറി ക്വാണ്ടിറ്റിയും ട്രേഡഡ് ക്വാണ്ടിറ്റിയും നമ്മുടെ ഡിഫറൻസ് എന്താണ്, ഡെലിവറി ക്വാണ്ടിറ്റി പെർസെൻറ്റ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നത്, ഇതൊക്കെ ഇന്നത്തെ സ്വിംഗ് ട്രേഡിങ്ങിന് ഒത്തിരി ഉപകാരപ്പെടുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതാണ് നമ്മളന്ന് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് പഠിക്കാൻ പോകുന്നത്. ഈ ടോപ്പിക് കഴിയുമ്പോൾ നമുക്ക് എങ്ങനെയാണ് ഒരു റിയൽ ബ്രേക്ക് ഔട്ട്, ഒരു സ്റ്റോക്കിൽ റിയൽ ബ്രേക്ക് ഔട്ട് എങ്ങനെയാണ് സംഭവിക്കുന്നത്, അതുപോലെ തന്നെ ഫേക്ക് ബ്രേക്ക് ഔട്ട് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാം, അതുപോലെ തന്നെ ഒരു സപ്പോർട്ട് ഏരിയയിൽ നിന്ന് സ്റ്റോക്ക് എങ്ങനെ മുകളിലേക്ക് പോകുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അതിനുള്ള ഒരു സബ്ജക്റ്റാണ് നമ്മൾ ഇന്ന് വീഡിയോയിൽ കവർ ചെയ്യാൻ പോകുന്നത്. ഡെലിവറി ക്വാണ്ടിറ്റി ആൻഡ് ട്രേഡഡ് ക്വാണ്ടിറ്റി. കുറച്ച് കോളുണ്ട്, ക്ഷമിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നതാണ് ഡെലിവറി ക്വാണ്ടിറ്റി എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം, അതുപോലെ തന്നെ ട്രേഡഡ് ക്വാണ്ടിറ്റി എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് ഒത്തിരി അധികം ഹെൽപ്ഫുൾ ആകാൻ പോകുന്ന ഒരു വീഡിയോ ആണ്. അതുകൊണ്ട് വീഡിയോ ഒട്ടും തന്നെ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ മാക്സിമം ഒന്ന് കാണുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഞാൻ വീണ്ടും പറയണം, നമ്മുടെ വീഡിയോ കൂടുതൽ പേരിലേക്ക് എത്തണമെങ്കിൽ നിങ്ങളുടെ ലൈക്ക് സപ്പോർട്ടൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നടക്കുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് കവർ ചെയ്യുന്നത് നമുക്ക് ട്രേഡഡ് ക്വാണ്ടിറ്റി ഡെലിവറി ക്വാണ്ടിറ്റി എങ്ങനെ കാൽക്കുലേറ്റ് കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ് കേട്ടോ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു എക്സാമ്പിളിലൂടെ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മളൊരു ഡേ ക്യാൻഡിൽ നമ്മളൊരു ഡേ ടൈം ഫ്രെയിമിൽ ഓപ്പൺ ചെയ്യാൻ നേരത്ത് ഒരു ക്യാൻഡിൽ ഇങ്ങനെ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം ഇതിൽ രണ്ട് തരം ട്രേഡേഴ്സാണ് ഉള്ളത്. ഒന്ന് ഡേ ട്രേഡേഴ്സ്, ഇൻട്രാഡേ ട്രേഡേഴ്സ് എന്ന് പറയും അവരെ. ഇൻട്രാഡേ ട്രേഡേഴ്സാണ് ആദ്യത്തെ കൂട്ടർ. അടുത്തുള്ള ആൾക്കാരെങ്ങനെയാണ്, അവർ ഡെലിവറി എടുക്കും, സ്റ്റോക്കുകൾ ഡെലിവറി എടുത്ത് ആ സ്റ്റോക്ക് എന്ത് ചെയ്യും, അവരെ പോർട്ട്ഫോളിയോയിൽ കീപ്പ് ചെയ്യുന്ന ആൾക്കാരാണ് എന്ത് ചെയ്യുന്നത്, ലോങ് ടൈം ഇൻവെസ്റ്റേഴ്സ്. അതുപോലെ തന്നെ FIIs, DIIs, അതുപോലെ മ്യൂച്വൽ ഫണ്ടുകൾ, ഇവരൊക്കെ എന്താ ചെയ്യുന്നത്, ഇവരൊക്കെ അവരെ സ്റ്റോക്ക് വാങ്ങിച്ചിട്ട് അവരെന്ത് ചെയ്യാണ്, അവർ സെയിം ഡേ സെല്ല് ചെയ്യുകയാണോ ചെയ്യുന്നത്? അല്ല. അവരെന്ത് ചെയ്യും, അവരവരെ പോർട്ട്ഫോളിയോയിൽ ആ സ്റ്റോക്കിൻ്റെ പൊട്ടൻഷ്യൽ മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യും, ഒന്നുകിൽ ഒരു സപ്പോർട്ട് ഏരിയയിൽ നിന്ന് അത് വാങ്ങിച്ചിട്ട് അത് ഹോൾഡ് ചെയ്യും. എന്ത് ചെയ്യും, ഹോൾഡ് ചെയ്യണത് എന്തിനാണ്, ഒരു ലോങ് ടൈം നല്ല വെൽത്ത് ക്രിയേറ്റ് ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് അവരെന്ത് ചെയ്യുന്നത്, FIIs, DIIs, മ്യൂച്വൽ ഫണ്ടുകളൊക്കെ സ്റ്റോക്കുകൾ ബൈ ചെയ്യുന്നത്. അവരൊരിക്കലും ഇൻട്രാഡേ പ്ലെയേഴ്സായിട്ട് ഒരിക്കലും മാർക്കറ്റിൽ നിൽക്കാറില്ല. ഒരിക്കലും അവർ എന്ത് ചെയ്യുന്നത്, അവർ മാക്സിമം ഇപ്പോൾ പലപ്പോഴും നമ്മുടെ FI അനുപാതം നോക്കുമ്പോൾ കാണാം, FIIs ഒരു 25% 2025 തുടങ്ങി ഹോൾഡ് ചെയ്യുന്നുണ്ട്. ആ സ്റ്റേക്ക് 2024 സെയിം ആയിരിക്കും, 2022 സെയിം ആയിരിക്കും, 2020 സെയിം ആയിരിക്കും. അവരെന്താ ചെയ്യുന്നത്, അവർ ഇന്ന് രാവിലെ വാങ്ങിച്ചിട്ട് വൈകുന്നേരം കൊടുക്കാൻ വേണ്ടിയാണോ മ്യൂച്വൽ ഫണ്ടുകൾ സ്റ്റോക്കുകൾ വാങ്ങിച്ചത്? അല്ല. അവരുദ്ദേശം എന്താണ്, ഈ ഒരു സ്റ്റോക്ക് ഒരു സപ്പോർട്ട് ലെവലിൽ നിന്ന് വാങ്ങിച്ചിട്ട് എന്ത് ചെയ്യുന്നു, മാക്സിമം അതിൻ്റെ ആ കമ്പനിയുടെ പൊട്ടൻഷ്യൽ മനസ്സിലാക്കിയിട്ട് അവരെന്ത് ചെയ്യണം, ഒരു ലോങ് ടൈമിലേക്ക് അത് ഹോൾഡ് ചെയ്യാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ അവരെന്താ ചെയ്യുന്നത്, ഡെലിവറി എടുക്കുകയാണ് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? സ്റ്റോക്ക് ഡെലിവറി എടുത്ത് പോർട്ട്ഫോളിയോയിൽ കീപ്പ് ചെയ്യുക ചെയ്യുന്നത്. അടുത്ത കൂട്ടർ എന്താ ചെയ്യുന്നത്, അവർ രാവിലെ മോർണിംഗ് ഈ സ്റ്റോക്ക് വാങ്ങും. മോർണിംഗ് ഈ സ്റ്റോക്ക് വാങ്ങിച്ചിട്ട് എന്ത് ചെയ്യും, ഈ സ്റ്റോക്ക് വൈകിട്ടാവുമ്പോൾ അവരെന്ത് ചെയ്യും, സെൽ ഓഫ് ചെയ്യും. അങ്ങനെയുള്ള ആൾക്കാരെ എന്താണ് പറയുന്നത്, ട്രേഡേഴ്സ് എന്നാണ് പറയുന്നത്. ട്രേഡേഴ്സ് എന്ന് പറയുന്ന ആൾക്കാരെന്താണ്, ഈ പറഞ്ഞ ഗണത്തിൽ വരുന്ന ആൾക്കാരാണ്. മോർണിംഗിൽ സ്റ്റോക്ക് വാങ്ങിച്ചിട്ട് എന്ത് ചെയ്യുന്നത്, ഈവനിങ്ങിൽ ഇത് സെല്ല് ചെയ്യുന്ന ആൾക്കാരാണ് എന്ത് ചെയ്യുക, ട്രേഡേഴ്സ് അഥവാ ഇൻട്രാഡേ ട്രേഡേഴ്സ് എന്നൊക്കെ പറയാം നമുക്ക്. ഇവർ ഇൻട്രാഡേ ഡെയിലി ക്യാഷ് മാർക്കറ്റിൽ നിന്ന് കൊണ്ടുപോകുന്ന ആൾക്കാരാണ് ഇൻട്രാഡേ ട്രേഡേഴ്സ് എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? എപ്പോഴും ഒരു സ്റ്റോക്ക് മുന്നോട്ട് ഒരു റാലി നടത്തണമെങ്കിൽ എന്ത് സംഭവിക്കണം, ആ സ്റ്റോക്കിൽ എന്താണ്, ഒരു അപ് ട്രെൻഡിൽ വരുന്ന സ്റ്റോക്കാണെങ്കിൽ അതിൻ്റെ പല സപ്പോർട്ടുകളിലും എന്ത് വേണം, ഡെലിവറി ക്വാണ്ടിറ്റി കൂടുതലായി വരണം. ഡെലിവറി ക്വാണ്ടിറ്റി കൂടുതലായിട്ട് ഓരോ സപ്പോർട്ടിലും ഓരോ റെസിസ്റ്റൻസിലും ഡെലിവറി ക്വാണ്ടിറ്റി കൂടുതലുണ്ടെങ്കിൽ വന്ന് മാത്രമേ സ്റ്റോക്ക് മുന്നോട്ട് പോകുള്ളൂ. ട്രേഡേഴ്സാണ് എല്ലാ ദിവസവും രാവിലെ വന്നിട്ട് വൈകിട്ട് വിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ എന്ത് സംഭവിക്കും, സ്റ്റോക്ക് ഇങ്ങനെ ഒരു റെസിസ്റ്റൻസിൻ്റെ അടുത്തുമ്പോൾ നേരെ മുകളിൽ പോകുന്നു, ഒരു ഫോൾസ് ബ്രേക്ക് ഔട്ട് നടത്തുന്നു, സ്റ്റോക്ക് എന്ത് ചെയ്യും, നല്ല രീതിയിൽ താഴെ വരുന്നു, നമ്മുടെ ക്യാഷ് പോകുന്നു. മനസ്സിലായില്ലേ?
അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഒരു കീ ഏരിയാസിൽ ഇപ്പോൾ ഇതൊരു സപ്പോർട്ട്, ഇത് റെസിസ്റ്റൻസ് ഏരിയയിൽ സ്റ്റോക്ക് ഇങ്ങനെ ഒരു റെസിസ്റ്റൻസിന് അവിടെ എത്തി, സ്റ്റോക്ക് ബ്രേക്ക് ഔട്ട് നടത്തി. അതിനുശേഷം എന്ത് ചെയ്തു, ഈ ഒരു ബ്രേക്ക് ഔട്ട് ലെവലിൽ നല്ലൊരു ഒരു ഡെലിവറി ക്വാണ്ടിറ്റി നടന്നാൽ മാത്രമേ എന്ത് സംഭവിക്കുള്ളൂ, ഈ ഒരു ബ്രേക്ക് ഔട്ട് സസ്റ്റെയിൻ ചെയ്ത് സ്റ്റോക്ക് മുകളിലേക്ക് പോകുള്ളൂ. ഇല്ലെങ്കിൽ അതേ സമയത്ത് തന്നെ ഒരു സപ്പോർട്ട് ലെവലിൽ സ്റ്റോക്ക് എത്തി, ഈ സപ്പോർട്ട് ലെവലിൽ വീണ്ടും ട്രേഡേഴ്സാണ്, അവർ വീണ്ടും ഇൻട്രാഡേ കളിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും, അവർ സെല്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും, സ്റ്റോക്ക് താഴേക്ക് വരും. അതേസമയം ഇവിടെയാണ് ഡെലിവറി ക്വാണ്ടിറ്റി കൂടുതൽ, അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടുകൾ സ്റ്റോക്കുകൾ വാങ്ങിച്ച് അവർ ഡെലിവറി ആയിട്ട് കീപ്പ് ചെയ്യണമെങ്കിൽ എന്ത് സംഭവിക്കും, സ്റ്റോക്ക് ഒരു അപ് ട്രെൻഡ് ക്രിയേറ്റ് ചെയ്ത് മുകളിലേക്ക് ക്രിയേറ്റ് ആയി പോകും. ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലേ? അതായത് നമ്മൾ ഇത്രയും ഇൻ ഷോർട്ട് നമ്മൾ ഇത്രയും മനസ്സിലാക്കാം, ഒരു ഡെലിവറി ക്വാണ്ടിറ്റി സ്റ്റോക്കിൽ കൂടി വരുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്, സ്റ്റോക്ക് ഒരു അപ് ട്രെൻഡ് അടിച്ച് മുകളിലേക്ക് കയറി പോകുന്നത്. മനസ്സിലായില്ലേ? ചില സ്റ്റോക്കുകൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ചില സ്റ്റോക്കുകൾ എപ്പോഴും ട്രേഡഡ് ക്വാണ്ടിറ്റി ആയിരിക്കും കൂടുതൽ, ട്രേഡഡ് ക്വാണ്ടിറ്റി ആയിരിക്കും എപ്പോഴും എന്താ സംഭവിക്കുന്നത്, കൂടുതൽ സംഭവിക്കുന്നത്. അപ്പോൾ സ്റ്റോക്ക് എന്ത് ചെയ്യും, രാവിലെ നല്ല രീതിയിൽ അപ്സൈഡ് പോകും മുകളിലോട്ട്, നല്ല രീതിയിൽ അപ്സൈഡ് പോയിട്ട് എന്ത് സംഭവിക്കും, ഇതുപോലത്തെ ഒരു പിൻ ബാർ ടൈപ്പ് ക്യാൻഡലായിരിക്കും ഇവിടെ ഫോം ചെയ്യുന്നത്. അതായത് ഇത്രയും വരെ ഒരു ഹൈ കൊണ്ടുപോകും സ്റ്റോക്കിനെ, എന്നാലും എന്ത് ചെയ്യും, അവർ വിറ്റ് കളയും. അപ്പോൾ എന്ത് പറ്റും, അപ്പോഴാണ് ഈ പിൻ ബാർ ടൈപ്പ് ക്യാൻഡിൽസ്, അതുപോലെ തന്നെ എന്താ പറയുക, ഹാമർ ടൈപ്പ് ക്യാൻഡിൽസ് ഒക്കെ ക്രിയേറ്റ് ആവുന്നത്. മനസ്സിലായോ? ഹാമർ ടൈപ്പ് ക്യാൻഡിൽസ് ഒക്കെ ക്രിയേറ്റ് ആവുന്ന അപ്പോഴാണ്. അതായത് അവർ ടോപ്പ് വരെ കൊണ്ടുവരും, ഹൈ ക്രിയേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യും, താഴെ കൊണ്ട് സ്റ്റോക്കിനെ എന്ത് ചെയ്യും, ക്ലോസ് ചെയ്യിക്കും. അപ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്, അവർ അത് ട്രേഡ് ചെയ്ത് വലിയൊരു വോളിയം നമ്മളെ കൊണ്ട് ട്രാപ്പിപ്പെടുത്തി അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ അവരെന്ത് ചെയ്യും, സെൽ ഓഫ് ചെയ്യും. മനസ്സിലായോ? ഓക്കെ, ഇനി ഞാൻ കുറച്ച് എക്സാമ്പിൾസ് പറയുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഇച്ചിരി കൂടി അത് മനസ്സിലാവും. അതെങ്ങനെ കണ്ടുപിടിക്കണം എന്ന് കൂടി നമ്മളിതിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്, വളരെ വിശദമായിട്ട് നമ്മളതിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ വീഡിയോ നിങ്ങളൊന്ന് സ്കിപ്പ് ചെയ്യാതെ തന്നെ ഒന്നൊരു ബുക്കും പേപ്പറും എടുത്ത് വെച്ചാൽ നിങ്ങൾ മാക്സിമം വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഈ ലോറസ് ലാബ് എന്ന് പറയുന്ന ഒരു സ്റ്റോക്ക് എടുത്തിട്ടുണ്ട്. മനസ്സിലായില്ലേ? ഈ ലോറസ് ലാബ് എന്ന് പറഞ്ഞ സ്റ്റോക്ക് നമുക്കറിയാം, ഈ സ്റ്റോക്ക് ഒരു ഹൈ ക്രിയേറ്റ് ചെയ്ത് ഇങ്ങനെ പോവുകയാണ് ഈ സ്റ്റോക്ക്. മനസ്സിലായില്ലേ? ഇവിടെ വന്നു, വീണ്ടും ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു, പിന്നെ ഒരു ഹയർ ലോ, പിന്നെ ഒരു ഹയർ ലോ, ഒരു സെയിം ലോ, അങ്ങനെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സ്റ്റോക്ക് ഈ ഒരു ഏരിയയിൽ വന്നു. ഈ ഒരു ഏരിയയിൽ നിന്നാണ് ഈ സ്റ്റോക്ക് വലിയൊരു റിട്ടേൺ ആണ് മുകളിലേക്ക് നടത്തിയത്. നല്ലൊരു ബാറ് ക്രിയേറ്റ് ചെയ്ത് മുകളിലേക്ക് കയറിപ്പോൾ എവിടെ വെച്ചാണ്, ഈ ഒരു ഏരിയയിൽ നിന്നാണ് സ്റ്റോക്ക് എന്ത് ചെയ്ത് കയറി അങ്ങ് മുകളിലേക്ക് പോയത്. അപ്പോൾ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് എന്താണ്, ഇതിവിടെ ഈ ഒരു ഏരിയ ഞാനൊരു സപ്പോർട്ട് ലൈനായിട്ട് ഇവിടെ വരയ്ക്കുകയാണ്. കാരണം ഇതൊരു സപ്പോർട്ട് ലൈൻ, അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം, ഇത് വെച്ച് ഈ ടൂൾ വെച്ച് വരയ്ക്കാം. ഒരു സപ്പോർട്ട് ലൈനായിട്ട് ഞാനിവിടെ വരയ്ക്കുകയാണ്. കാരണം ഇവിടുന്ന് ബ്രേക്ക് ഔട്ടായി സ്റ്റോക്ക്. ബ്രേക്ക് ഔട്ട് ആയതിനു ശേഷം വീണ്ടും റീടെസ്റ്റ് ചെയ്തു സ്റ്റോക്ക് ഇവിടെ. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്, ഇവിടുന്ന് ഫോൾസ് ബ്രേക്ക് ഔട്ട് ആയി വീണ്ടും തിരിച്ച് ഈ ഏരിയയിൽ വന്നിട്ട് തിരിച്ച് കയറാൻ ശ്രമിക്കുകയോ ഇല്ലയോ എന്നാണ് നമുക്ക് അറിയേണ്ടത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഏരിയ എന്നാണ് ഇത് വരുന്നത്, 20 ജൂണാണ്. നമ്മളെപ്പോഴും ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക, ഡെലിവറി ക്വാണ്ടിറ്റി എപ്പോഴും ഒരു സ്റ്റോക്കിൽ കൂടി വരുന്നത് എബോവ് നമ്മൾ കണക്കാക്കുന്നത് 50%, 55% റേഞ്ചിലാണ് നമ്മളെപ്പോഴും ഡെലിവറി ക്വാണ്ടിറ്റി ഒരു ഹൈ എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ബിലോ 30 to 40 to 45 വരെയൊക്കെ നമുക്ക് എന്ത് പറയാം, ഒരു പുവർ ഡെലിവറി ക്വാണ്ടിറ്റി, അല്ലെങ്കിൽ ഫോൾസ് ബ്രേക്ക് ഔട്ട്, അല്ലെങ്കിൽ ഫോൾസ് എൻട്രി എന്നൊക്കെ പറയാം നമുക്കിവിടെ. ഇതിനെ ഫോൾസ് എൻട്രി, ഒരു ഫോൾസ് ഡെലിവറി ക്വാണ്ടിറ്റി എന്നൊക്കെ നമുക്ക് ഇതിനെ പറയാം, ഈ ഒരു ഗണത്തിൽ പറയാം. പക്ഷേ ഈ ഒരു 50-55% വരുന്ന ഡെലിവറി ക്വാണ്ടിറ്റി പല ഏരിയയിലും വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം, ആ ഏരിയ ഒരു നല്ലൊരു റെസിസ്റ്റൻസ് ഏരിയയോ, അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തതിന് ശേഷം മുകളിൽ പോയതിന് ശേഷം എന്ത് സംഭവിക്കുന്നു, വീണ്ടും 50-55-60% ഡെലിവറി ക്വാണ്ടിറ്റി വരുവാണെങ്കിൽ എന്ത് ചെയ്യും, ആ റെസിസ്റ്റൻസ് വീണ്ടും ബ്രേക്ക് ചെയ്ത് സ്റ്റോക്ക് എന്ത് ചെയ്യാം, മുകളിലേക്ക് പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം, ഈ ലോറസ് ലാബ് എന്നുള്ള സ്റ്റോക്ക് ഇവിടെ വന്നു, ഇതൊരു റെസിസ്റ്റൻസ് ഏരിയയിൽ വന്നു, ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് നടത്തി, സ്റ്റോക്കിൽ ബ്രേക്ക് ഔട്ട് നടത്തിയപ്പോൾ 9 ജൂണാണ് ബ്രേക്ക് ഔട്ട് നടത്തിയത്. അപ്പോൾ നമുക്കിത് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ട്രെൻഡ് ലൈൻ എന്ന് പറഞ്ഞ വെബ്സൈറ്റ് യൂസ് ചെയ്യാം. അതിൽ നിങ്ങൾ എന്ത് ചെയ്യുക, LAU ലോറസ് ലാബ് എന്ന് അടിക്കുക. ഇത് വരും. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇങ്ങനൊരു പേജിലേക്കായിരിക്കും തന്നെ ഡൗൺ, നിങ്ങൾ നേരെ എന്ത് ചെയ്യുക, ഇവിടെ വരിക. ഈ ഒരു ഏരിയയിൽ വരുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു ടെക്നിക്കൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം. ടെക്നിക്കൽ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ വന്നതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഡെലിവറി ക്വാണ്ടിറ്റി കാണാം കേട്ടോ. അവിടെ ഡെലിവറി ക്വാണ്ടിറ്റി കാണാം. അത് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇതിൽ നമുക്ക് ചാർജ് ഒന്നും വേണ്ട, ഫ്രീ ആയിട്ട് തന്നെ യൂസ് ചെയ്യാം. ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ ഡേറ്റ് എന്താണ്, ഇത് ബ്രേക്ക് ഔട്ട് ആയ ഡേറ്റ്. ഇതൊരു വലിയ ക്യാൻഡിലാണ് ക്രിയേറ്റ് ചെയ്യുക. 9 ജൂണാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്തത്. 9 ജൂൺ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ വന്നതിന് ശേഷം 9 ജൂണിൽ 9 ജൂൺ കൊടുക്കാം. നമുക്ക് 9 ജൂൺ നമുക്കിതിൽ സെലക്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അപ്പോൾ നമുക്ക് എന്ത് വേണം, BSEയിലും NSEയിലും BSEയും കമ്പൈൻഡ് ആയിട്ടുള്ള ഡെലിവറി ക്വാണ്ടിറ്റി ആയിരിക്കണം നമുക്ക് വേണ്ടത്. മനസ്സിലായി? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ സബ്മിറ്റ് കൊടുക്കുകയാണ്. സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, 9 ജൂണാണ് നമ്മൾ പറഞ്ഞ ഡേറ്റ്. 9 ജൂൺ എന്താ സംഭവിച്ചത്, 42% ഡെലിവറിയെ സംഭവിച്ചുള്ളൂ. അത് ആ ബ്രേക്ക് ഔട്ടിലാണ് സംഭവിച്ചതെന്ന് ഓർക്കണം. നമ്മൾ പറഞ്ഞെന്താണ്, മിനിമം
ബ്രേക്ക് ഔട്ടിൽ 50 to 55 പറഞ്ഞാൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, ഒരു റിയൽ ബ്രേക്ക് ഔട്ട് ആയിട്ട് ഇതിനെ കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ. റിയൽ ബ്രേക്ക് ഔട്ട് ആണെങ്കിൽ എന്ത് സംഭവിക്കണം, റിയൽ ബ്രേക്ക് ഔട്ട് ആവണമെങ്കിൽ 50 to 55% ഡെലിവറി ക്വാണ്ടിറ്റി ആ ബ്രേക്ക് ഔട്ട് സംഭവിച്ചിരിക്കണം, എന്നാൽ മാത്രമേ അതൊരു റിയൽ ബ്രേക്ക് ഔട്ട് ആവുള്ളൂ. ഇവിടെ സംഭവിച്ചത് എന്താണ്, ഒരു വലിയ ക്യാനലാണ് ഇവിടെ ക്രിയേറ്റ് ആയത്. കണ്ടോ, വലിയൊരു ക്യാനലാണ് ഇവിടെ ക്രിയേറ്റ് ആയത് 9 ജൂൺ. അപ്പോൾ നമ്മൾ ഇവിടെ വന്നിട്ട് ലൗറസ് ലാബിൻ്റെ ഡെലിവറി ചെക്ക് ചെയ്യുമ്പോൾ 9 ജൂൺ ഇവിടെ നിങ്ങൾക്ക് കാണാം. ഇത് ഇവിടെയാണ് 9 ജൂൺ. കണ്ടോ, 9 ജൂൺ ഞാനിവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം കൃത്യമായിട്ട്. ഇതൊന്ന് ഡിലീറ്റ് ചെയ്യട്ടെ. ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കണ്ടോ 42% ഡെലിവറിയേ വന്നിട്ടുള്ളൂ. അതിലൊരു 4 മില്യൺ വോളിയം, ട്രേഡഡ് വോളിയം നടക്കുന്ന സമയത്ത് 1.7 മില്യനെ ഡെലിവറിയിലേക്ക് വന്നിട്ട് 42% മാത്രമേ ഡെലിവറി വന്നിട്ടുള്ളൂ. 4 മില്യൺ ആൾക്കാർ അതിൽ ട്രേഡ് ചെയ്തു, പക്ഷേ 1.7 മില്യൺ ആൾക്കാർ മാത്രമേ അതിൽ ഡെലിവറി എടുത്തുള്ളൂ. 42% മാത്രമേ ഡെലിവറി ക്വാണ്ടിറ്റിയിലേക്ക് പോയിട്ടുള്ളൂ ഈ സ്റ്റോക്ക്. മനസ്സിലായില്ലേ? അപ്പോൾ എന്ത് സംഭവിച്ചു, സ്റ്റോക്ക് അവിടെ നിന്ന് തിരിഞ്ഞു. വേണ്ട, 42%, ഏകദേശം എത്രയാണ്, 42% ഡെലിവറി ക്വാണ്ടിറ്റിയിൽ വന്നിട്ടുള്ളൂ. നമ്മൾ പറഞ്ഞാൽ 50% വന്നിട്ടില്ല. സ്റ്റോക്ക് അവിടെ നേരെ തിരിഞ്ഞു, വീണ്ടും ഈ ഏരിയയിലേക്ക് വന്നു. നമ്മൾ വന്ന റെസിസ്റ്റൻസ് ഏരിയയിൽ സപ്പോർട്ട് എടുത്തിട്ട് എന്ത് ചെയ്തു, 20 ജൂണാണ് വീണ്ടും ആ സപ്പോർട്ട് ഏരിയയിലേക്ക്, അല്ല റെസിസ്റ്റൻസ് ഏരിയയിലേക്ക് തിരിച്ചു വരുന്നത്. 20 ജൂൺ എന്ത് സംഭവിക്കുന്നു എന്ന് നമുക്ക് നോക്കാം. 20 ജൂൺ എന്താ സംഭവിക്കുന്നത്, നമുക്ക് ചാർട്ട് എടുക്കാം. അതേ മന്ത് തന്നെ 20 ജൂൺ നമ്മൾ എന്ത് ചെയ്യണം, സബ്മിറ്റ് കൊടുത്തു. 20 ജൂൺ എന്ത് സംഭവിക്കുന്നു, നമ്മളിവിടെ ചാർട്ട് എടുക്കുമ്പോൾ നമുക്ക് സംഭവിക്കും 65% എന്താ സംഭവിക്കുന്നത്, 65% ഡെലിവറി ക്വാണ്ടിറ്റിയാണ് ലൗറസ് ലാബിൽ സംഭവിച്ചിരിക്കുന്നത്. മനസ്സിലായില്ല? 65% ഈ ഒരു ക്യാൻഡിൽ, ഇതൊന്ന് ക്ലിയർ ആയിട്ട് കാണിച്ചു തരാം കേട്ടോ. 65% ഈ ഒരു ക്യാൻഡിൽ, അതായത് ഈ ഒരു പർട്ടിക്കുലർ ക്യാൻഡിൽ ക്രിയേറ്റ് ആയിരിക്കുന്നത്. ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം. കണ്ടോ, ഈ ഒരു ക്യാൻഡിൽ ക്രിയേറ്റ് ആയിരിക്കുന്നത് കണ്ടോ. 20 ജൂൺ ക്രിയേറ്റ് ആയ ക്യാൻഡിൽ 65% ഡെലിവറി ക്വാണ്ടിറ്റിയാണ് സംഭവിച്ചത്. സ്റ്റോക്ക് പിന്നെ എന്ത് ചെയ്തു, അവിടെ നിന്ന് റീടച്ച് ചെയ്ത് പിന്നെ എങ്ങോട്ടെങ്കിലും പോയോ സ്റ്റോക്ക്. കണ്ടോ, ഇത്ര അധികം മുകളിലേക്ക് കയറി പോയി സ്റ്റോക്ക്. ഇവിടെ നിന്ന് എത്ര ശതമാനം റിട്ടേൺ ക്രിയേറ്റ് ചെയ്തു, ഏകദേശം 41% റിട്ടേണാണ് സ്റ്റോക്ക് അവിടെ നിന്ന് നമുക്ക് കിട്ടിയത്. 41% റിട്ടേൺ. മനസ്സിലായില്ലേ? അതിനുശേഷം വീണ്ടും ഈ സ്റ്റോക്ക് ഇവിടെ വന്നു, ഈ ഒരു ഏരിയയിൽ വന്നു. 923 എന്ന പ്രൈസിൽ വന്നു, താഴെ വന്നു. അതിനുശേഷം സ്റ്റോക്ക് എന്ത് ചെയ്തു, ഈ ഒരു ഏരിയയിൽ, ഞാനിതൊന്ന് ഇത്തിരി മുകളിലേക്ക് ആക്കിയിട്ട്, ഈ ഒരു ഏരിയയിൽ വന്നു. 19 സെപ്റ്റംബർ എന്ന് പറഞ്ഞ ഡേറ്റിൽ വന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇത് ബ്രേക്ക് ഔട്ട് ആവോ, ഈ ഒരു ഏരിയയിൽ ഒരു പ്രാവശ്യം വന്നു, ഇതൊരു റെസിസ്റ്റൻസ് ഏരിയ ആണ്, വീണ്ടും ആ റെസിസ്റ്റൻസ് ഏരിയയിൽ സ്റ്റോക്ക് വന്നേക്കുവാണ്. ഈ ഏരിയ ബ്രേക്ക് ഔട്ട് ആവോ ഇല്ലയോ എന്നാണ് നമുക്ക് അറിയണം. അപ്പോൾ നല്ലൊരു ഡെലിവറി ക്വാണ്ടിറ്റി ആ ഏരിയയിൽ വന്നാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഇനി അത് ബ്രേക്ക് ഔട്ട് ആവോ ഇല്ലയോ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, 19 സെപ്റ്റംബറിലെ ഡെലിവറി ക്വാണ്ടിറ്റി എടുത്ത് നോക്കണം. അപ്പോൾ ഈ ഒരു ക്യാൻഡിലാണ് ഈ സ്റ്റോക്ക് ബ്രേക്ക് ഔട്ട് ആയിരിക്കുന്നത്. 19 സെപ്റ്റംബറിലെ ക്യാൻഡിൽ എന്ന് പറഞ്ഞാൽ അതാണ് 19 സെപ്റ്റംബർ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, 19 സെപ്റ്റംബറിലേക്ക് വരുവാണ്. ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ. 19 സെപ്റ്റംബർ ക്ലിക്ക് ചെയ്യുകയാണ്. ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ നോക്കുമ്പോൾ ഡാറ്റ മനസ്സിലാക്കുമ്പോൾ എന്താ നമുക്ക് മനസ്സിലാക്കുന്നത്, 40%, അതായത് 3.6 മില്യൺ ആൾക്കാർ അന്ന് ട്രേഡ് ചെയ്തതിൽ 1.5 മില്യൺ ആൾക്കാർ മാത്രമേ ഡെലിവറി എടുത്തിട്ടുള്ളൂ. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ആ സ്റ്റോക്കിന് ഒരു ബ്രേക്ക് ഔട്ടിനുള്ള ഒരു സ്കോപ്പ് അവിടെ ഇല്ല. സ്റ്റോക്ക് അവിടെ നിന്ന് എന്ത് ചെയ്തു, നല്ല രീതിയിൽ ഡൗൺ ട്രെൻഡ് അടിച്ച് താഴെ വന്നിട്ട് വീണ്ടും ഈ ഒരു ഏരിയ സപ്പോർട്ട് ഏരിയയിലേക്ക് തിരിച്ചു വന്നു. മനസ്സിലായോ? അപ്പോൾ നമ്മൾ പറഞ്ഞെന്താണ്, 50%, 60-65% ഡെലിവറി എടുത്ത ഈ ഒരു ഏരിയയിൽ നിന്നാണ് സ്റ്റോക്ക് മുകളിൽ വന്നത്. ആ ഏരിയയിൽ വന്നിട്ട് എന്ത് ചെയ്തു, ഒരു ഹൈ ക്രിയേറ്റ് ചെയ്ത സ്റ്റോക്ക് താഴെ വരുന്നു. വീണ്ടും അതേ ഏരിയയിൽ വരുമ്പോൾ ഡെലിവറി ക്വാണ്ടിറ്റി വളരെ കുറവേ വന്നുള്ളൂ. സ്റ്റോക്ക് എന്ത് ചെയ്യുന്നു, ഫോൾസ് ബ്രേക്ക് ഔട്ടായി ഈ ഏരിയയിൽ നിന്ന് താഴേക്ക് വരുന്നു. പറഞ്ഞ് മനസ്സിലായോ? ഫോൾസ് ബ്രേക്ക് ഔട്ടായി താഴെ വരുന്നു. കണ്ടോ, അതാണ് ഡെലിവറി ക്വാണ്ടിറ്റിയുടെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ ഏരിയയിൽ, ഇപ്പോൾ അടുത്തൊരു സ്റ്റോക്ക് നമുക്ക് നോക്കാം. ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് നോക്കുന്നത്, ഈ ഒരു സ്റ്റോക്കിൻ്റെ ഒരു സപ്പോർട്ട് ഏരിയയാണ് ഈ ഒരു ഏരിയ എന്ന് പറയുന്നത്. കണ്ടോ, ഈ സ്റ്റോക്ക് ഈ ഒരു പ്രാവശ്യം ഇവിടെ വന്നു. അതിനുശേഷം ഈ സ്റ്റോക്ക് വീണ്ടും തിരിച്ച് ഈ ഏരിയയിൽ വന്നു. കണ്ടോ, ഈ ഒരു ഏരിയയിൽ വന്നേക്കുവാണ്. ഈ ഡോക്ടർ അഗർവാൾ ഹെൽത്ത് കെയർ എന്ന് പറഞ്ഞ സ്റ്റോക്ക്. അത് ഏത് ഡേറ്റാണ്, 2 ജൂണാണ്. അപ്പോൾ അഗർവാൾ ഹെൽത്ത് കെയർ നമുക്കിവിടെ അടിച്ചു കൊടുക്കാം. അഗർവാൾ ഹെൽത്ത് കെയർ 2 ജൂണിൻ്റെ ഡാറ്റയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ വരിക. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, ടെക്നിക്കൽ എന്ന് പറഞ്ഞ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അതിൽ ഡെലിവറി എടുക്കുക. ഡെലിവറി എടുത്തിട്ട് എന്ത് ചെയ്യണം, 2 ജൂണിൻ്റെ ഡാറ്റ എടുക്കുക. 2 ജൂൺ, മെയ്, ജൂൺ, 5 ജൂൺ വരെ കൊടുക്കുക. 2 ജൂൺ എന്ത് സംഭവിക്കുന്നു, ജൂണിൻ്റെ ഡാറ്റ ഇത് അൺഫെച്ച് ചെയ്യാൻ പറ്റുന്നില്ല. 2 ജൂൺ അത് ഫെച്ച് ചെയ്തെടുക്കാൻ പറ്റുന്നില്ല ഡാറ്റ. ഒരു മിനിറ്റ് കേട്ടോ, ഓക്കെ, നമുക്ക് ഒന്നുകൂടി കൊടുത്തു നോക്കാം. ഡോക്ടർ അഗർവാൾ ഹെൽത്ത് കെയർ 2 ജൂൺ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ എടുക്കാൻ പറ്റുന്നില്ല. കുഴപ്പമില്ല, നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ഡാറ്റ നോക്കാം. ഈ സ്റ്റോക്ക് ഈ ഒരു ഏരിയയിൽ സപ്പോർട്ട് എടുത്ത് മുകളിൽ പോയതിന് ശേഷം എന്ത് സംഭവിക്കുന്നു, ഇത് ഏരിയ ഒരു റെസിസ്റ്റൻസ് ഏരിയ നമുക്കറിയാലോ. ഈ ഏരിയയിൽ ഇവിടെ വന്ന് ടച്ച് ചെയ്തു. ഇനി സ്റ്റോക്ക് എന്ത് ചെയ്യാണ്, ഈ ഒരു ഏരിയയിൽ വരുന്നു, ഇവിടെ വരുന്നു, ഒരു ഹൈ ക്രിയേറ്റ് ചെയ്യുന്നു. നമ്മൾ ശരിക്കും ട്രേഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇത് ബ്രേക്ക് ഔട്ട് ആണെന്ന് കരുതി ഈ ഒരു ക്യാൻഡിൽ
ഇത് കണ്ടോ, ഈ ഒരു പിൻ ബാർ പോലത്തെ ഈ ഒരു ക്യാൻഡിൽ കണ്ടോ നിങ്ങൾ, ഇതൊരു ബ്രേക്ക് ഔട്ട് ആണെന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, അത് ഡേറ്റ് എന്താണ്, 30 ജൂലൈ ആണ്. നമ്മൾ എന്ത് ചെയ്യുന്നു, 30 ജൂലൈയിൽ സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്. 30 ജൂലൈ എന്താണ് സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. എന്തോ ഒരു എറർ സംഭവിച്ചിട്ടുണ്ട് കേട്ടോ. 30 നോട്ടെ, NSEയിൽ മാത്രം കൊടുത്തോട്ടെ. ഈ സൈറ്റ് ഒന്ന് റിഫ്രഷ് ചെയ്യട്ടെ കേട്ടോ, ഒരു സെക്കൻഡ് നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യണേ. 30 ജൂലൈ അൺഫെച്ച് ചെയ്യാൻ പറ്റുന്നില്ല. നമുക്കൊരു കാര്യം ചെയ്യാം, വേണ്ട NSEയുടെ വെബ്സൈറ്റ് എടുക്കാമല്ലോ. NSE ഡെലിവറി ഡാറ്റ നിങ്ങൾ ഒന്നും ചെയ്യേണ്ട, NSEയുടെ വെബ്സൈറ്റ് എടുക്കുക. സെക്യൂരിറ്റി വൈസ് നിങ്ങളിവിടെ വരിക. ഒരു വെബ്സൈറ്റ് കിട്ടിയില്ലെന്ന് വെച്ചാൽ നമുക്ക് ഒരു കുഴപ്പമില്ല. നമ്മൾ എന്ത് ചെയ്യുക, അടുത്ത നേരെ നമ്മൾ അടുത്തേക്ക് പോവാണ്. NSEയിൽ വരിക, ഇതേ സ്റ്റോക്ക് ഇവിടെ അടിച്ചു കൊടുക്കുക. മുകളിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അഗർവാൾ ഹെൽത്ത് കെയർ അടിക്കുക. അഗർവാൾ ഹെൽത്ത് കെയർ ഓക്കെ, ഇതടിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഇവിടെ വരും, ഇങ്ങനെ ഒരു ഡാറ്റ വരും. ഇങ്ങനെ ഡാറ്റ വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഇവിടെ ഹിസ്റ്റോറിക്കൽ ഡാറ്റ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾ ഹിസ്റ്റോറിക്കൽ ഡാറ്റ അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഹിസ്റ്റോറിക്കൽ ഡാറ്റ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു 1 മന്ത് ഡാറ്റ മതി. സെപ്റ്റംബർ, നമ്മുടെ ഡേറ്റ് എന്താണ്, നമുക്ക് ഡേറ്റ് വേണ്ടത് ഇതേത് ഡേറ്റ് ആണ്, 30 ജൂലൈ ആണ് വേണ്ടത്. 30 ജൂലൈ ഓക്കെ, 30 ജൂലൈ. ഫിൽറ്റർ കൊടുക്കാം കേട്ടോ, അവിടെ നമ്മൾ ഫിൽറ്റർ കൊടുത്താൽ മതി. അതെ, 30 ജൂലൈ ഇവിടെ എന്താ സംഭവിക്കണത്, 30 ജൂലൈ നിങ്ങൾക്ക് ഇവിടെ കൃത്യമായിട്ട് കാണാം. നമ്പർ ഓഫ് ട്രേഡ്, നമ്പർ ഓഫ് വാല്യൂ എന്ന് പറയുന്നത് ഇവിടെ നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ കാണാം. ഇവിടെ ഈ ഒരു ഏരിയയിൽ നല്ല രീതിയിൽ വോളിയം ഉണ്ടോ, ഇല്ല. ട്രേഡഡ് വോളിയം നല്ല രീതിയിൽ നടന്നിട്ടുണ്ട്. പക്ഷേ നമ്പർ ഓഫ് ട്രേഡ് കണ്ടോ, 16,000 സംതിങ്ങേ ഇവിടെ വന്നിട്ടുള്ളൂ. ഡെലിവറി ക്വാണ്ടിറ്റി ഇവിടെ, ഡെലിവറി വോളിയം ഡാറ്റ എന്ന് പറയുന്നിടത്ത് വളരെ കുറവ് വോളിയമേ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുള്ളൂ. കണ്ടോ, അതിൽ മറ്റേലാണ് കുറച്ചുകൂടി ഭംഗിയായിട്ട് കാണാൻ പറ്റുന്നത് കേട്ടോ. അത് ഡൗൺലോഡ് നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും. ഇതിൽ വളരെ കുറച്ച് വോളിയമേ ഇതിൽ വന്നിട്ടുള്ളൂ. അതേസമയം ആ സ്റ്റോക്ക് കണ്ടോ, അവിടെ നിന്ന് വളരെ ഇതായിട്ടൊരു പിൻബാർ ക്രിയേറ്റ് ചെയ്ത് വളരെയധികം താഴെ പോയി. കണ്ടോ, വളരെയധികം താഴെ പോയി. അതിനുശേഷം വീണ്ടും ഈ സ്റ്റോക്ക് ഇവിടെ വരുവാണ്. കണ്ടോ, വീണ്ടും സ്റ്റോക്ക് എന്ത് ചെയ്യാണ്, 25 സെപ്റ്റംബർ ഇതേ ഏരിയയിൽ വരുവാണ്. 25 സെപ്റ്റംബർ ആണ് ഇനി വരുന്നത് കേട്ടോ. നമുക്ക് ഇവിടെ ഒന്നുകൂടി നോക്കാം, 25 സെപ്റ്റംബർ എന്താ സംഭവിക്കുന്നത് നോക്കാം. 25 സെപ്റ്റംബർ നമുക്ക് ഇതേ ഡാറ്റ എടുക്കാൻ പറ്റുമോ നോക്കാം. ഡാറ്റ ഫെച്ച് ചെയ്യാൻ പറ്റുമോ അറിയില്ല. ഡാറ്റ അവിടെ നിന്ന് എടുക്കാൻ പറ്റുന്നില്ല, ഇപ്പോൾ ഡാറ്റ വരുന്നില്ല, ഫെച്ച് ചെയ്യാൻ പറ്റുന്നില്ല ഡാറ്റ. നമുക്കൊരു കാര്യം ചെയ്യാം, 24 സെപ്റ്റംബർ നോക്കാം. ഈ സമയത്ത് ഡാറ്റ അപ്ലോഡ് ചെയ്യുന്ന സമയമായതുകൊണ്ടായിരിക്കും ചിലപ്പോൾ നമുക്കിത് കാണാൻ പറ്റാതെ കേട്ടോ. നമുക്ക് എന്താ 24 സെപ്റ്റംബർ ഡെലിവറി ക്വാണ്ടിറ്റി, ഒരു കാര്യം ചെയ്യാം, 24 സെപ്റ്റംബർ ഇത് ഡേറ്റ് എന്താണ് പറഞ്ഞത്, 24 സെപ്റ്റംബർ. ഡോക്ടർ അഗർവാൾ ഹെൽത്ത് കെയർ 24 ജൂലൈ, അയ്യോ 25 സെപ്റ്റംബർ ഡെലിവറി ഡാറ്റ NSE അടിച്ചു കൊടുത്താൽ മതി. ഡെലിവറി ഡാറ്റ NSE ഓക്കെ. നോട്ടെ, ഞാനൊന്ന് ഓപ്പൺ ചെയ്യാൻ പറ്റുമെന്ന് നോട്ടാ, വെബ്സൈറ്റ് ഒന്നുകൂടെ ഓപ്പൺ ചെയ്യാൻ പറ്റുമെന്നൊന്ന് ട്രൈ ചെയ്യുന്നുണ്ട്. നോട്ടേട്ടാ, ഓക്കെ കിട്ടി. 25 ജൂലൈ വന്നു. ഓക്കെ, 25 ജൂലൈ എന്താ സംഭവിക്കുന്നത്, 66%, ഏകദേശം 66% നമുക്ക് ഇവിടെ ഡെലിവറി ക്വാണ്ടിറ്റി വന്നിട്ടുണ്ട്. ഏകദേശം 66% അല്ല. ഇവിടെ നമുക്ക് നോക്കും, 25 ജൂലൈ എന്ന് പറയുന്നത് 25 സെപ്റ്റംബർ ആണ് കേട്ടോ, ചെറിയൊരു മിസ്റ്റേക്ക് പറ്റി. 25 സെപ്റ്റംബർ ആണ്, 25 സെപ്റ്റംബർ ആണ് വരേണ്ടത്. നമ്മൾ നേരത്തെ നോക്കിയത് 25, ഇവിടെ ഒരു ഫോൾസ് ബ്രേക്ക് ഔട്ട് സംഭവിച്ചിരുന്ന ഒരു ദിവസം, അത് ഇവിടെ വന്നത് 30 ജൂലൈ കേട്ടോ. അതും കൂടെ നോക്കിയിട്ട് അതും കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ ജസ്റ്റ് ഒന്ന് 30 ജൂലൈ ആണ്. അത് ഓപ്പൺ ആവുമെന്ന് അറിയില്ല, അതിൻ്റെ ഡാറ്റ ഫെച്ച് ചെയ്യാൻ ഇപ്പോൾ പറ്റുന്നില്ല ഈ വെബ്സൈറ്റിൽ. ചില സമയത്ത് ഇവർ ഡാറ്റ അപ്ലോഡ് ചെയ്യുന്ന സമയമാണ്. 30 ജൂലൈ കണ്ടോ നിങ്ങൾ, 28% കണ്ടോ. നിങ്ങൾ നോക്കുമ്പോൾ കാണാം 28% ഇതിൽ ഡെലിവറി ക്വാണ്ടിറ്റി വന്നിട്ടുള്ളത് ഈ ഒരു ഡേറ്റിലാണ്. ഈ ഒരു ഡേറ്റിലാണ് ഇതിവിടെ കണ്ടോ. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയേ, ഇവിടെ എന്താ സംഭവിച്ചത് കണ്ടോ.
ദേ ഈ ഒരു ക്യാൻഡിൽ ശ്രദ്ധിച്ചോ നിങ്ങൾ. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞില്ലേ, ഒരു സ്റ്റോക്കിനെ ഏറ്റവും ടോപ്പ് വരെ അവർ കൊണ്ടുപോയിട്ട് അവരെന്ത് ചെയ്യും, സെല്ല് ചെയ്ത് കളയും. അപ്പോൾ നമ്മളെന്തായിരുന്നു ബ്രേക്ക് ഔട്ട് ആയി തന്നെ എൻട്രി എടുക്കും, നമുക്ക് എന്ത് ചെയ്യും, ഫോൾസ് ബ്രേക്ക് ഔട്ട് ആയ സ്റ്റോക്ക് നേരെ താഴേക്ക് വരികയാണോ. വീണ്ടും നിങ്ങളുടെ മൊത്തം ലിക്വിഡിറ്റി എടുത്തിട്ട് ഇവർ എന്ത് ചെയ്യും, മുകളിലേക്ക് കൊണ്ടുപോകും സ്റ്റോക്കിനാണോ. മുകളിലേക്ക് കൊണ്ടുപോയി ഇതേ ഡേറ്റ് ആണ് 25 സെപ്റ്റംബർ ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, 25 സെപ്റ്റംബറിലേക്ക് തിരിച്ചു വരാം. 25 സെപ്റ്റംബർ നോക്കാം, അത് നിയറസ്റ്റ് ഡേറ്റ് ആട്ടോ. ഈ സ്റ്റോക്ക് ബ്രേക്ക് ഔട്ട് ആയത് നമ്മുടെ ഗ്രൂപ്പിലൊക്കെ ഇട്ടുണ്ടായിരുന്നു ഈ സ്റ്റോക്കിനെ പറ്റി. 25 സെപ്റ്റംബർ എന്താ സംഭവിച്ചത്, 31% ഡെലിവറി ക്വാണ്ടിറ്റി വന്നിട്ടുള്ളൂ കേട്ടോ, 31%. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ക്യാൻഡിൽ നമ്മളെ പെടുത്താനുള്ള ക്യാൻഡിലാണ് നമുക്ക് മനസ്സിലായത്, ഈ ഒരു ക്യാൻഡിൽ കേട്ടോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, എൻട്രി എടുക്കാൻ പാടില്ല. ഒരു സ്റ്റോക്ക് ബ്രേക്ക് ഔട്ട് ആയി, ഇവിടെ നിന്ന് ഒരു ബ്രേക്ക് ഔട്ട് ലെവലായി, ഒരിക്കലും നിങ്ങൾ അതിൽ എൻട്രി എടുക്കാൻ പാടില്ല. അടുത്തൊരു 3-4 ക്യാൻഡിൽ നല്ല ഡെലിവറി ക്വാണ്ടിറ്റി വരുന്നവരെ നിങ്ങൾ എന്ത് ചെയ്യുക, വെയിറ്റ് ചെയ്യുക. അതിന് ശേഷം മാത്രം എൻട്രി എടുത്താൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യുള്ളൂ, ആ സസ്റ്റെയിൻ ചെയ്ത് മുകളിലേക്ക് പോകത്തുള്ളൂ. മനസ്സിലായോ. പിന്നെ നമുക്ക് അടുത്തടുത്ത ക്യാൻഡിലെങ്ങാനും നമുക്ക് ഇനി നല്ല ഡെലിവറി ക്വാണ്ടിറ്റി വന്നിട്ടോ നോക്കാം. നമുക്ക് നോക്കാം 29 സെപ്റ്റംബർ നോക്കാം. 29 സെപ്റ്റംബർ എന്താ, നമുക്ക് ഡേറ്റ് ഒന്ന് മാറ്റി നോക്കാം. 29 സെപ്റ്റംബർ അടുത്ത നിയറസ്റ്റ് ഡേറ്റിൽ അങ്ങനെ വന്നിട്ട് നോക്കാം. കണ്ടോ, 29 സെപ്റ്റംബറിൽ ഏകദേശം 69%, അതിൻ്റെ ഇരട്ടിയാണ് അതിൽ വന്നിരിക്കുന്നത്. 69%ആണ് ഈ ഒരു ക്യാൻഡിൽ വന്നിരിക്കുന്നതാണ്. 69% വന്നിരിക്കുന്നത്. 490 അവിടെ നിന്ന് സ്റ്റോക്ക് ഒരു ഹൈ ക്രിയേറ്റ് 502 വന്നു കേട്ടോ. 502 വന്നു, മനസ്സിലായോ. 502, അതായത് അടുത്ത ഡേറ്റ് ഏതാണ്, 30 സെപ്റ്റംബറാണ്. 30 സെപ്റ്റംബർ എന്താ സംഭവിച്ചത് നമുക്ക് നോക്കാം. 30 സെപ്റ്റംബർ വീണ്ടും ഡെലിവറി പെർസെൻറ്റ് 44 വന്നു കേട്ടോ. ഒരു നല്ലൊരു ഡെലിവറി ക്വാണ്ടിറ്റി വന്നതിന് ശേഷം വീണ്ടും ചിലപ്പോൾ ഇത്തിരി കുറഞ്ഞ് താഴേക്ക് വരും കേട്ടോ. അത് നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട. നല്ല രീതിയിൽ ഇനി കണ്ടോ, വീണ്ടും സ്റ്റോക്ക് ഒന്ന് താഴെ പോയി കണ്ട. അടുത്ത ഇന്നത്തെ ദിവസം, അതായത് 1 ഒക്ടോബർ സ്റ്റോക്ക് ഒന്ന് താഴെ പോയി കേട്ടോ. ഇനി വീണ്ടും ഡെലിവറി കൂടി വരുമ്പോൾ ഇത് ചെയ്യാം, ഈ ഒരു ക്യാൻഡിലെ ഹൈ കണ്ട. ഇതാണ് നമുക്ക് ഡെലിവറി ക്വാണ്ടിറ്റി കൂടി വന്ന 29 സെപ്റ്റംബറിൻ്റെ ക്യാൻഡിൽ കണ്ട. ഈ ഒരു ക്യാൻഡിൽ കണ്ടോ, ഈ ഒരു ക്യാൻഡിലെ ഹൈ ബ്രേക്ക് ചെയ്യുമ്പോൾ ഇനി നമുക്ക് എൻട്രി എടുക്കാം. മനസ്സിലായില്ലേ. ഇവിടെ നല്ല രീതിയിൽ 69% വന്നു, അതിനുശേഷം വീണ്ടും 43 വന്നു. അടുത്ത ദിവസം സ്റ്റോക്ക് ഇടിഞ്ഞു പോയി. മനസ്സിലായോ. അടുത്ത ദിവസം സ്റ്റോക്ക് എന്ത് പറ്റി, ഇന്ന് ഇടിഞ്ഞു പോയി. 1 ഒക്ടോബറിലെ ഡാറ്റ നമുക്ക് വന്നിട്ടില്ല, അതായത് ഇന്നത്തെ ദിവസം വീഡിയോ എടുക്കുന്ന ദിവസമാണ് 1 ഒക്ടോബർ എന്ന് പറയുന്നത് കേട്ടോ. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഈ ഡെലിവറി ക്വാണ്ടിറ്റി കൂടിയ ഡേറ്റിൻ്റെ ഹൈ ബ്രേക്ക് ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും എൻട്രി എടുക്കാം. ഈ സ്റ്റോക്ക് ഒരു ബ്രേക്ക് ഔട്ടാണ്, റിയൽ ബ്രേക്ക് ഔട്ടാണ്. കാരണം വെച്ചാൽ ഈ സ്റ്റോക്കിൽ ഒരു ഫോൾസ് ബ്രേക്ക് ഔട്ട് ആദ്യം വന്നു, അതിനുശേഷം വീണ്ടും നല്ല ഡെലിവറി ക്വാണ്ടിറ്റി കൂടിയ രീതിയിൽ വന്നു. പിന്നെ സ്റ്റോക്ക് എന്ത് ചെയ്യുക, ഡെലിവറി ക്വാണ്ടിറ്റി കൂടുന്നതിൻ്റെ കൂടെ തന്നെ എന്താ ഡെലിവറി ക്വാണ്ടിറ്റി കൂടുന്നതിൻ്റെ കൂടെ തന്നെ എന്ത് ചെയ്യാണ്, പ്രൈസ് മുകളിലേക്ക് കയറുവാണ്. മനസ്സിലായില്ല. അപ്പോൾ ആൾക്കാർ ഡെലിവറി ക്വാണ്ടിറ്റി എടുത്ത് അവർ ഡിമാറ്റ് അക്കൗണ്ടിൽ കീപ്പ് ചെയ്യുകയാണ്. മനസ്സിലായില്ല. അവർ സേവ് ചെയ്ത് ഡിമാറ്റ് അക്കൗണ്ടിൽ കീപ്പ് ചെയ്യുകയാണ്. അതുകൊണ്ടാണ് അങ്ങനെ സ്റ്റോക്ക് വീണ്ടും വീണ്ടും ഒരു ഹൈ ക്രിയേറ്റ് ചെയ്ത് മുകളിലേക്ക് പോകുന്നത്. ഇവിടെ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്യാൻ പറ്റാണ്ടിരുന്നത് അതുകൊണ്ട് തന്നെയാണ്. മനസ്സിലായില്ലേ. ഒരു ഹൈ ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റാണ്ട് ഒരു ഫോൾസ് ബ്രേക്ക് ഔട്ടായ സ്റ്റോക്ക് താഴെ വന്നത് എന്തുകൊണ്ടാണ്, ഒരു റെസിസ്റ്റൻസിൻ്റെ അവിടെ എത്തി, അവിടെ വളരെ ലോ ആയിട്ടുള്ള ഫേക്ക് ആയിട്ടുള്ള ഒരു ഡെലിവറി ക്വാണ്ടിറ്റി വന്നത്. അതുകൊണ്ട് സ്റ്റോക്കിന് എന്ത് ചെയ്യാൻ പറ്റിയില്ല, മുകളിലേക്ക് കയറാൻ പറ്റിയില്ല. നമുക്ക് എന്ത് ചെയ്യാം, ഈ സപ്പോർട്ട് ഏരിയയിൽ എന്താണ് സംഭവിച്ചത്, ഇവിടെ ഒരു സപ്പോർട്ട് ഏരിയ ഉണ്ട് ഈ സ്റ്റോക്കിൽ. കാരണം ഇവിടെ ഒരു സപ്പോർട്ട് ഏരിയ ഉണ്ട്. വീണ്ടും ഈ സപ്പോർട്ട് ഏരിയയിൽ വന്നിട്ടാണ് ഇങ്ങനെ ഒരു വലിയൊരു മൂവ്മെൻറ്റ് ഈ സ്റ്റോക്ക് നടത്തിയത്. ഇത് ഏത് ഡേറ്റാണ് നമുക്ക് നോക്കാം. ഇത് ഡേറ്റ് വരുന്നത് 2 ജൂണാണ്. നമ്മൾ നേരത്തെ നമുക്ക് കിട്ടിയില്ല ഡാറ്റ. നമുക്ക് 2 ജൂൺ ഒന്നുകൂടെ നോക്കാം, തപ്പി നോക്കാൻ കിട്ടുമെന്നറിയാം. 2 ജൂൺ 2 ജൂൺ എന്താണ് സംഭവിക്കുന്നത്, 50% ഡെലിവറി ക്വാണ്ടിറ്റി വന്നിട്ടുണ്ട്. അതിനുശേഷം 75% ഡെലിവറി ക്വാണ്ടിറ്റി വന്നിട്ടുണ്ട്. കണ്ടോ, ശ്രദ്ധിച്ച് നോക്കൂ. 50% ഡെലിവറി ക്വാണ്ടിറ്റി, 75% ഡെലിവറി ക്വാണ്ടിറ്റി എവിടെ സംഭവിച്ചു, 2 ജൂണ്. 2 ജൂൺ എന്ന് പറയുന്ന ഈ ഒരു സപ്പോർട്ട് ഏരിയ അല്ലേ, നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കൂ. ഇതൊരു സപ്പോർട്ട് ഏരിയ അല്ലേ, കണ്ടോ. അതിനുശേഷം അടുത്ത ദിവസം വന്നതും ഒരു സപ്പോർട്ട് ഏരിയ അല്ലേ, അവിടെ നിന്ന് സ്റ്റോക്ക് എന്ത് ചെയ്തു, പറന്നു മുകളിലോട്ട്. കണ്ടോ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് സപ്പോർട്ട് ഏരിയയും റെസിസ്റ്റൻസ് ഏരിയയും റിയലായിട്ട് ബ്രേക്ക് ഔട്ട് ആവുമോ അല്ലെങ്കിൽ ഏരിയയിൽ സപ്പോർട്ട് എടുക്കുമോ എന്നറിയാനായിട്ട് എന്ത് ചെയ്യാം, ഡെലിവറി ക്വാണ്ടിറ്റി അഥവാ ട്രേഡഡ് ക്വാണ്ടിറ്റി യൂസ്ഡ് തമ്മിലുള്ള ഒരു അനുപാതം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈസി ആയിട്ട് ഈ ഒരു ട്രാക്ക് ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ട്രാക്ക് ചെയ്ത് നിങ്ങൾക്ക് ഒരു നല്ല ട്രേഡുകൾ കണ്ടെത്താൻ പറ്റും. കേട്ടോ, ഇവിടെ നിന്നൊരു എൻട്രി, ഇവിടുത്തെ ഈ ഒരു സപ്പോർട്ട് ഏരിയ റിയൽ സപ്പോർട്ട് ഏരിയ എന്ന് അറിയാനായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് എന്ത് ചെയ്യാം, ഇതേ ഏരിയയിലൊന്ന് നോക്കാം. ഈ ഏരിയയിൽ എന്താ സംഭവിച്ചത് നോക്കാം. ഈ ഏരിയയിൽ സ്റ്റോക്ക് അധികം മൂവ് ചെയ്തില്ല. സ്റ്റോക്ക് എന്ത് ചെയ്ത് ഫോൾസ് ബ്രേക്ക് കൂടെ തിരിച്ച് ഈ ഏരിയയിൽ വന്നിട്ടാണ് വീണ്ടും മൂവ് ചെയ്ത് മുകളിലേക്ക് പോയത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഏരിയയിൽ ഡെലിവറി ക്വാണ്ടിറ്റി എത്രയാണ് നോക്കാം. ഇത് ഏതാണ്, 8 മെയ് ആണ് ഡേറ്റ്. അതായത് ഈ ഒരു ക്യാൻഡിൽ എന്ന് പറയുന്നത് 8 മെയ് ആണ്. 8 മെയ് ആണ്. 8 മെയ് നമ്മൾക്ക് ഡാറ്റ ചെക്ക് ചെയ്യണ്ടേ, ചെക്ക് ചെയ്യണം. ഡോക്ടർ അഗർവാൾ ഹെൽത്ത് കെയറിൽ 8 ജൂൺ എന്ന് പറയുന്നത് 8 ജൂൺ തന്നെയല്ലേ ഇത്, സോറി 7th മെയ് ആണ്. 7th മെയ്യിലെ ഡാറ്റ നോക്കാം. പുറകോട്ട് പോട്ടെ, ഡേറ്റ് പുറകോട്ട് പോട്ടെ. 7th മെയ് അവിടെ 7th മെയ് എന്ന് പറയുന്നത് 49%. നമ്മൾ പറഞ്ഞ എത്രയാണ്, 50% മുകളിലാണെങ്കിൽ മാത്രമേ നല്ലൊരു ഡെലിവറി ക്വാണ്ടിറ്റി ആയിട്ട് നമ്മൾ കണക്കാക്കുള്ളൂ. അടുത്ത ദിവസം എത്രയാണ് വന്നത്, 53%. മനസ്സിലായില്ലേ. സപ്പോർട്ട് ഏരിയയിൽ നമുക്ക് എത്ര കിട്ടി, 49% വന്നിട്ടുള്ളൂ. അതിനുശേഷം സ്റ്റോക്ക് തിരിച്ചു വന്നു. സ്റ്റോക്ക് അധികം ഹൈ ഗ്രേറ്റ് ചെയ്യാൻ പറ്റിയ സ്റ്റോക്ക് നല്ല രീതിയിൽ താഴെ വന്നു. വീണ്ടും ഈ സപ്പോർട്ട് ഏരിയയിൽ വന്ന് ലിക്വിഡിറ്റി എടുത്തപ്പോൾ എന്ത് സംഭവിച്ചു, വീണ്ടും നല്ല ഡെലിവറി ക്വാണ്ടിറ്റി വന്നു. ഈ ഏരിയയിൽ എന്ത് സംഭവിച്ചു,
നല്ല ഡെലിവറി ക്വാണ്ടിറ്റി ഏരിയയിൽ സംഭവിച്ചു. മനസ്സിലായില്ലേ? മോർ ദാൻ 75%. നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ കണ്ടില്ലേ, 75% ഡെലിവറി ക്വാണ്ടിറ്റിയാണ് ഈ ഏരിയയിൽ സംഭവിച്ചത്. 50% ഡെലിവറി ക്വാണ്ടിറ്റി സംഭവിച്ചു. മനസ്സിലായോ? സ്റ്റോക്ക് നല്ല രീതിയിൽ കയറിപ്പോയി, വീണ്ടും റെസിസ്റ്റൻസിന് അവിടെ വന്നു, ഫോൾസ് ബ്രേക്ക് ഔട്ടായി, വീണ്ടും ഈ ഏരിയയിൽ നല്ലൊരു ഡെലിവറി ക്വാണ്ടിറ്റി വന്ന് സ്റ്റോക്ക് എന്ത് ചെയ്തു? ബ്രേക്ക് ഔട്ടായി മുകളിലേക്ക് പോവുകയാണ്. ഇത് മുകളിലേക്ക് പോവില്ലെങ്കിൽ നമുക്ക് അടുത്ത ദിവസങ്ങളുടെ ഡെലിവറി ക്വാണ്ടിറ്റി കൂടുതൽ വന്നാൽ മാത്രമേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. മനസ്സിലായില്ലേ? ക്ലിയർ അല്ലേ? സബ്ജക്റ്റ് ക്ലിയർ അല്ലേ? ഇത് നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കുക കേട്ടോ. വളരെ ഫ്രീ ആയിട്ടുള്ള വെബ്സൈറ്റാണ്, നിങ്ങളിലുള്ള ചാർട്ടാണ്. നിങ്ങൾക്ക് റെസിസ്റ്റൻസ് സപ്പോർട്ട് ചെയ്തും നിങ്ങൾക്കിത് പഠിക്കാനായിട്ട് സാധിക്കും. വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ്. ഡെലിവറി ക്വാണ്ടിറ്റിയും ട്രേഡഡ് ക്വാണ്ടിറ്റിയും നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അതിനിടയ്ക്ക് കുറച്ചൊരു ക്രാഷ് വന്നതെന്താണ്, ആ വെബ്സൈറ്റ് ഒന്ന് ഡാറ്റ ഫെച്ച് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട് വന്നിട്ടുണ്ട്. എങ്കിൽ കൂടി നിങ്ങൾക്ക് കാര്യം മനസ്സിലായി ഞാൻ മനസ്സിലാക്കുകയാണ്. കാര്യം മനസ്സിലാക്കിയവർ തീർച്ചയായും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. വളരെ അത്രയധികം കീ ആയിട്ടുള്ള ഡാറ്റയാണ്. ഈ ഡാറ്റ യൂസ് ചെയ്ത് നല്ല നല്ല ട്രേഡുകൾ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. കഴിഞ്ഞ ആഴ്ച ഞാൻ എടുത്ത 2 ട്രേഡുകൾ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തന്നതും ഈ ഒരു ഡാറ്റ വെച്ചിട്ടാണ്. ഒരു സ്റ്റോക്ക് ഏകദേശം നമുക്ക് 20% അടുത്ത് റിട്ടേൺ ഓൾറെഡി തന്നു. ഞാൻ ഈ ഏരിയയിൽ പറഞ്ഞത് ഏകദേശം 11% റിട്ടേൺ ഓൾറെഡി തന്നു കഴിഞ്ഞിട്ടുണ്ട്. ബ്രേക്കൗട്ട് ആയി ഓൾറെഡി 15%. ഞാൻ പറഞ്ഞ ടാർഗറ്റ് ഇത്രയും 600 മനസ്സിലായി. ഞാൻ ഹോൾഡ് ചെയ്യുന്നതിന് 600 ഇതിൻ്റെ ടാർഗറ്റ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് വെച്ച് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, തീർച്ചയായും കമൻറ്റ് ചെയ്യുക, പറഞ്ഞുതരാം. അതുപോലെ തന്നെ നമ്മുടെ ടെലഗ്രാം ചാനലിൽ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടംപോലെ സ്റ്റോക്കുകൾ കാര്യങ്ങൾ സ്റ്റഡി പർപ്പസിനാണ് നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ സ്റ്റഡി ചെയ്യാനും പഠിക്കാനും വേണ്ടിയുള്ളതാണ്. ഒന്നും റെക്കമെൻഡേഷൻ ആയിട്ട് നിങ്ങൾ എടുക്കാൻ പാടില്ല. അപ്പോൾ അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം. നിങ്ങളിത് പഠിക്കുക, ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കുക കേട്ടോ, പേപ്പർ ട്രേഡ് ചെയ്ത് നോക്കുക. അടുത്ത വീഡിയോ വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.